40 ആണ്ട് പിന്നിടുകയാണ്. കെ.ആർ. ഗൗരിയമ്മയും കെ.എം. മാണിയുമാണ് ഈ നേട്ടം നേരത്തെ കൈവരിച്ചവർ. നിയമസഭയിലേക്ക് 9 തവണ തുടർച്ചയായി പുതുപ്പള്ളിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉമ്മൻചാണ്ടി സഭയിൽ 40 പിന്നിടുന്ന ആദ്യ കോൺഗ്രസുകാരനാണ്. ഈ ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഈ അപൂർവ നേട്ടം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വിലയിരുത്തുന്നത്. 27-ാം വയസ്സിൽ MLA, 31-ാം വയസ്സിൽ പ്രഗത്ഭനായ C. അച്യുതമേനോൻ നയിച്ച മന്ത്രിസഭയിൽ പ്രമുഖർക്കൊപ്പം മന്ത്രി, പിന്നീട് മാസങ്ങൾ മാത്രം ആഭ്യന്തരമന്ത്രിയായിരിക്കെ പോലീസിൽ ചരിത്രപരമായ പരിഷ്കാരം, 91-ൽ ധനമന്ത്രിയായെങ്കിലും കരുണാകരനോട് പിണങ്ങി രാജിവെച്ചു, ഒടുവിൽ ആന്റണിക്ക് പകരക്കാരനായി 2004-ൽ മുഖ്യമന്ത്രി. അങ്ങനെ പോകുന്നു ഉമ്മൻചാണ്ടിയുടെ സവിശേഷതകൾ. ഇന്ത്യ വിഷൻ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ S. അനിലാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തെ സമഗ്രമായി വിലയിരുത്തുന്നത്. ശ്രീ S. അനിൽ, സമാനമായ നേട്ടങ്ങൾ കൈവരിച്ചവർ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷെ ഇവരിൽ നിന്നൊക്കെ ഉമ്മൻചാണ്ടി വേറിട്ട് നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയെ വ്യതിരിക്തനാക്കുന്ന ആ ഘടകം എന്താ? അഭിലാഷ്, ഒരുപാട് ഘടകങ്ങൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വ്യതിരിക്തനാക്കി നിർത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും സവിശേഷമായ ഘടകം അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള ഇഴുകിച്ചേരൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലെ ഉമ്മൻചാണ്ടിയാണ്. ജനങ്ങളിങ്ങനെ അദ്ദേഹത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണം, ഒരു പ്രശ്നവുമായി അദ്ദേഹത്തെ സമീപിച്ചാൽ ഉടൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ്. ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ബന്ധപ്പെട്ടവരുമായി ഫോണിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്തുന്നു. അങ്ങനെ തീരുമാനത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു കാര്യം നടത്തിയെടുക്കാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത. അതാണ് അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നിലനിർത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ആ സവിശേഷത തന്നെയായിരിക്കാം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ അങ്ങനെ വ്യതിരിക്തനാക്കി നിർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ജനകീയത വിലയിരുത്തുന്ന ഒരു വാർത്താ റിപ്പോർട്ടിലേക്ക്. ജനങ്ങൾ